ഈ വൈകാരികത മനുഷ്യന്റെ ഔറത്ത് കാണുന്ന രീതിയിൽ വ്യഭിചാരത്തിന്റെ സീനുകൾ മനുഷ്യന്മാർ കാണുന്നത് ഒരു തരം അഡിക്ഷനാണെന്നാണ്. അത് തലയിലേക്ക് കയറിക്കഴിഞ്ഞാൽ മദ്യപിക്കുന്ന ഒരു മനുഷ്യന്റെ ബ്രെയിൻ സെല്ലുകൾക്ക് എന്ത് തകരാറ് വരുമോ അതേ തകരാറ് നിരന്തരമായി ഈ അനാവശ്യമായ ഫിലിമുകൾ കാണുന്ന ആണിനും പെണ്ണിനും തലച്ചോറിന്റെ ഒരു ഭാഗം. അത് അബ്ദുദായിം അൽ കഹീലിന്റെ kahil7.com അദ്ദേഹത്തിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അറബിയിലും ഇംഗ്ലീഷിലും കാണും. അദ്ദേഹം അതിന്റെ പിക്ചറൊക്കെ വെച്ച് കാണിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ബ്രെയിൻ തകരാറിലാവുക, അവിടുത്തെ ബ്രെയിൻ സെല്ലുകൾ നശിച്ചു പോവുകയാണ്. ഇത് അള്ളാഹു ചെയ്യുന്നൊരു ശിക്ഷയാണ്, ഹറാമിലേക്ക് ഇങ്ങനെ നോക്കിയിട്ടേ. അപ്പൊ മനുഷ്യന് ഇങ്ങനെ അഡിക്ഷൻ വന്നു പോകുന്ന മനുഷ്യൻ അറിയണില്ല അത് കുട്ടിയാണോ വല്ല ഉമ്മയാണോ പെങ്ങളാണോ. ഞാൻ എന്താ മനുഷ്യൻ മൃഗമായിട്ട് മാറില്ലേ? കണ്ണുകളെ സൂക്ഷിക്കാത്തവർക്ക് എങ്ങനെ ശരീരത്തെ സൂക്ഷിക്കാൻ പറ്റും? മൊബൈൽ ഫോണുകളും നമ്മുടെ കമ്പ്യൂട്ടറും നമ്മുടെ ഇന്റർനെറ്റ് സംവിധാനങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയകളും നമ്മുടെ TV ചാനലുകളും സീരിയലുകളും ഇതൊക്കെ മനുഷ്യനെ വ്യഭിചരിപ്പിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ നിരന്തരമായി ബൊംബാർഡ്മെന്റ് തലയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ റോഡിലൂടെ നടക്കുന്ന ഏത് പെണ്ണുങ്ങളെ കണ്ടാലും അവന് വ്യഭിചാരം ഓർമ്മ വരികയാണ്, ആക്രമണം തോന്നുകയാണ്. ഒരു കുഞ്ഞിന്റെ ഔറത്ത് കാണുമ്പോഴേക്കും വൈകാരികത തോന്നുകയാണ്, നോക്കാൻ പാടില്ലെന്നാണ്. നബി തങ്ങൾ പറയാ, നീ ഒരു പുരുഷനോട് പറയാ, നിന്റെ കാലിന്റെ തുട നീ കാണിച്ചു കൊടുക്കരുത്. മരിച്ചതോ ജീവിച്ചതോ ആയ ഒരു മനുഷ്യന്റെ കാൽ തുടയിലേക്ക് നീ നോക്കരുത്. പുരുഷനോട് പറയാം. പെണ്ണിനെ സംബന്ധിച്ചുള്ള ഒരു ശരീരം മുഴുവനും ഔറത്താണ്. ഒരു പുരുഷന്റെ കാലിന്റെ തുട കാണരുത്. ബാക്ക് റൂമിൽ മനസ്സിലാക്കുക, കുളിക്കാൻ പോയിട്ട് ഇന്നർ വെയർ ഇട്ടിട്ട് റൂമിലൂടെ നടന്ന് പാൻറിടാൻ നടക്കുന്ന മനുഷ്യന്മാരെ മനസ്സിലാക്കുക, കാലിന്റെ മുകളിൽ മുട്ടിന്റെ മുകളിലേക്ക് കാണിക്കൽ ഹറാമാണ്. ഒരു മനുഷ്യൻ കാണിച്ചു നടക്കുന്ന നോക്കാൻ പാടില്ല. ജീവിച്ചിരിക്കുന്നവനോ മരിച്ചവനോ ആയ മനുഷ്യന്റെ കാലിന്റെ തുടയിലേക്ക് നീ നോക്കരുതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുമല്ല നമ്മൾ മനുഷ്യരെ, അള്ളാഹു ആ രീതിയിലാണ് നമ്മളെ പഠിച്ചത്. ഒരു വൈകാരികത തോന്നിയേക്കും. ഈ തോന്നൽ വരാതിരിക്കണമെങ്കിൽ കണ്ണ് കൺട്രോൾ ചെയ്യണം. കണ്ണ് ചിമ്മണം എന്നല്ലേ പറഞ്ഞത്? ഒള്ളൂ മിൻ അബ്സാരിക്കും, കണ്ണുങ്ങൾ ചിമ്മണം. ഇത് ചിമ്മാതെ നടന്നാൽ മനുഷ്യൻ മൃഗമായിട്ട് അതപ്പതിക്കും. അതാ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ മൃഗമാകുന്നത് ഈ പോണോഗ്രഫിയും മോശമായ ഈ വീഡിയോസും മനുഷ്യൻ കണ്ടതിന്റെ ശേഷമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ മനസ്സിലാക്കി, തലച്ചോറ് നശിപ്പിക്കേണ്ട. അള്ളാഹു തരുന്ന മുഖത്തെ പ്രകാശം നഷ്ടപ്പെടും. ഹിക്മത്ത് വായിലൂടെ, ഇൽമുള്ളൊരു വർത്തമാനം പോലും നാവിലൂടെ വരില്ല എന്നാ അള്ളാഹു തആല അത്രക്ക് മനുഷ്യനെ മരവിപ്പിച്ചു കളയും. വ്യഭിചാരത്തിന്റെ സീനുകൾ നോക്കുന്ന മനുഷ്യന്മാർ അത് ചെയ്യുന്നവരുണ്ട്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശതു ഫില്ലദീന ആമനൂ ലുഇനൂ ഫിദ്ദുനിയ വൽ ആഖിറ. സത്യവിശ്വാസികളും വിശ്വാസിനികളും തോന്നിവാസമുള്ള വീഡിയോകളും പിക്ചറുകളും കാണണമെന്ന് ആഗ്രഹിച്ച് പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ ലുഇനൂ ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവർ ശപിക്കപ്പെട്ടവരാണെന്ന് പരിശുദ്ധ ഖുർആൻ. വലഹും അദാബുൻ അലീം,